ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാനുള്ള വിപ്ലവ തീരുമാനമുണ്ടായത് 1920 ഒക്ടോബർ 17 താഷ്കണ്ടിൽ വെച്ച്. എവലിൻ റോയ്, അബനി മുഖർജി, റോസ ഫിറ്റിൻഗോവ്, മുഹമ്മദ് അലി, മുഹമ്മദ് ഷഫീഖി സിദ്ദിഖി, MBBT ആചാര്യ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്ഥാപക നേതാക്കളിൽ എവലിൻ റോയ്, റോസ ഫിറ്റിൻഗോവ് എന്നിവർ വനിതകളായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയം. തുടർന്നുള്ള വർഷങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും കാൺപൂരിലെ മീറ്റിംഗിനും വഴിവെച്ചതും താഷ്കണ്ടിലെ ഈ യോഗം തന്നെ. It was on the 17th of October 1920 that certain revolutionaries formed the Communist Party of India at Tashkent, because that was the time when the British colonial rulers did not permit any revolutionary activity and unleashed severe repression, and many people had to go into exile, and many revolutionaries went into exile, inspired by the success of the Russian Revolution in 1917. കാൺപൂർ സമ്മേളനമായിരുന്നു ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറ പാകിയത്. 1925 ഡിസംബർ മാസം 26 മുതൽ 28 വരെ കാൺപൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെയും കൂടിച്ചേരൽ കൂടിയായിരുന്നു. ആ സമ്മേളനത്തിൽ തന്നെ താഷ്കണ്ട് കമ്മിറ്റി മുൻകൈയെടുത്ത ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയവും അവതരിപ്പിച്ചു. Well, immediately after Tashkent, immediately after that, for every annual session of the Indian National Congress, the Communist Party used to submit a manifesto on what should be the direction and content of the freedom struggle. And from 1921 at Ahmedabad, 22 in Gaya, till 26 in Guwahati, these manifestos gave a clear direction, and the communists were the first to articulate the foundations of an inclusive India. കമ്മ്യൂണിസ്റ്റ് വളർച്ച തിരിച്ചറിഞ്ഞ് ബ്രിട്ടീഷ് ഭരണകൂടം 1921 24 നിരവധി ഗൂഢാലോചനാ കേസുകൾ ഇവർക്ക് മേൽ ചുമത്തി. ഒന്നാം പെഷവാർ ഗൂഢാലോചന, മോസ്കോ, രണ്ടാം പെഷവാർ, കാൺപൂർ എന്നീ ഗൂഢാലോചനാ കേസുകളാണ് പ്രധാനമായും നേതാക്കൾക്ക് മേൽ ചുമത്തിയത്. ഇന്ത്യൻ മതേതരത്വത്തെ ചേർത്ത് പിടിച്ചും സാധാരണക്കാരന്റെ സമരങ്ങളിൽ കൈത്താങ്ങായും ജനഹൃദയങ്ങളിലേക്ക് കമ്മ്യൂണിസം ആഴത്തിൽ തന്നെ വളർന്നു. ഒരുവന്റെ മൊഴി അപരൻ സംഗീതമായി ആസ്വദിക്കുന്ന വിശ്വമാനവിക ലോകത്തിനായി ഇപ്പോഴും ആ ജൈത്രയാത്ര തുടരും. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.